ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കണ്ടാൽ പറയുമോ ഇത് അംബാസഡർ ആണെന്ന്? ആരെയും അത്ഭുതപ്പെടുത്തും ഈ രൂപമാറ്റം. ഒരു കിർക്കൻ സംശയത്തിൽ നിന്നാണ് എല്ലാറ്റിന്റെയും തുടക്കം. ഹിന്ദുസ്ഥാൻ അംബാസഡറിന് പ്യൂഷോ കാറായി മാറ്റാൻ പറ്റുമോ? പൂനെ സർവകലാശാലയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ പഴയ പ്യൂഷോ 206 പരസ്യം കണ്ട് നെറ്റിച്ചുളിച്ചു. ഇന്ത്യൻ പശ്ചാത്തലം. പ്യൂഷോ 206 അഗാധ പ്രണയം തോന്നുന്ന യുവാവ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒരു അംബാസഡറും. ആദ്യം അംബാസഡറിനെ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറ്റി, പിന്നെ ആനയെ കൊണ്ടിരുത്തി ചവിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ചുറ്റിക പ്രയോഗവും. കൊഴുത്തുരുണ്ടിരുന്ന അംബാസഡറിനെ ഒറ്റ രാത്രി കൊണ്ട് നാടൻ പ്യൂഷോ 206 ആക്കി ഇദ്ദേഹം മാറ്റി. കാർ ലോകം കണ്ട എക്കാലത്തെ മികച്ച പരസ്യങ്ങളിൽ ഒന്നാണിത്. ഇറങ്ങിയത് 2003. പരസ്യം കണ്ടപ്പോൾ ചരിത്രം ആവർത്തിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. പക്ഷെ പ്യൂഷോ 206 തലമുറ മൺമറഞ്ഞു. 208 GTI തലമുറയാണ് നിലവിൽ. എന്നാൽ പിന്നെ അംബാസഡറിനെ പ്യൂഷോ 208 GTI ആക്കാമെന്ന് വിദ്യാർത്ഥികളും കൽപ്പിച്ചു. 15 വർഷം മുമ്പിറങ്ങിയ പ്യൂഷോ പരസ്യത്തെ ധ്യാനിച്ച് ഇവരുടെ തുടക്കം. ആദ്യം തന്നെ അംബാസഡറിന്റെ 3 ബോക്സ് ഘടന പൊളിച്ചെഴുതപ്പെട്ടു. പ്യൂഷോയുടെ പരുവത്തിലേക്ക് വരാൻ കുറച്ചൊന്നുമല്ല അംബാസഡർ കഷ്ടപ്പെട്ടത്. കാറിന്റെ പിൻഭാഗം സംഘം അടിച്ചു പരത്തി. ശേഷം പ്യൂഷോ 208 GTIയുടെ യഥാർത്ഥ കാർഡ് ഡിസൈൻ ഫയലുകളുടെ പിന്തുണയാൽ ഫൈബർ ഗ്ലാസ് പാനലുകൾ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തു. അംബാസഡറിന്റെ പിൻഭാഗം പൂർണ്ണമായി ഫൈബർ ഗ്ലാസ് പാനലുകൾ കൊണ്ടാണ് ഇവർ ഒരുക്കിയത്. എന്തായാലും യഥാർത്ഥ പ്യൂഷോ 208 GTIയുടെ പിന്നഴക് അംബാസഡറിന് ലഭിച്ചെന്ന് ഇവിടെ എടുത്തു പറയണം. പിറകിൽ ഗ്ലാസ് വിൻഡ്ഷീൽഡിന് പകരം അക്രലിക് ഘടനയാണ് ഇടം പിടിക്കുന്നത്. പിറകിലെ ഫൈബർ ഗ്ലാസ് പാനലുകൾ അംബാസഡറിന്റെ ലോഹ ഘടനയോട് ചേർന്ന് അണിഞ്ഞാണ് നിൽക്കുന്നത്. പഴയ പരസ്യത്തിൽ കണ്ടതുപോലെ ചുറ്റിക പ്രയോഗവും JCB പ്രയോഗവും അംബാസഡറിൽ ഇവർ ആവോളം നടത്തിയിട്ടുണ്ട്. മുന്നിലും കാര്യമായ ഇടപെടലുകൾ കാണാം. ബോണറ്റും ഫൈബർ ഗ്ലാസ് നിർമ്മിതം. ഹെഡ് ലാമ്പുകൾ, ടെയിൽ ലാമ്പുകൾ, മീറ്ററുകൾ, അലോയ് വീലുകൾ, ഘടകങ്ങളിലെല്ലാം പ്യൂഷോ 208 GTIയുടെ പ്രഭാവം തെളിഞ്ഞു നിൽപ്പുണ്ട്. യഥാർത്ഥ പ്യൂഷോയിൽ നിന്ന് അടർത്തി മാറ്റിയ ബാഡ്ജുകൾ അംബാസഡറിന് ഫ്രഞ്ച് മുഖം നൽകുന്നു. പ്യൂഷോ 208 GTIയുടെ ഗ്രില്ലാണ് അംബാസഡറിന് ഇവർ നൽകിയത്. മുൻ ബമ്പറും ഫോഗ് ലാമ്പുകളും പ്യൂഷോയുടെ 2 തവണയും പ്യൂഷോ കടന്നു വന്നത്. പേരെടുക്കുക പോയിട്ട് ഇന്ത്യൻ മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും ഫ്രഞ്ച് നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അംബാസഡർ എന്ന ജനപ്രിയ ബ്രാൻഡിനെ സ്വന്തമാക്കിയതോടുകൂടി ഇന്ത്യയിൽ 3-ാം അംഗത്തിനുള്ള പടപ്പുറപ്പാട് കമ്പനി തുടങ്ങി. മൺമറഞ്ഞ അംബാസഡറിനെ പ്യൂഷോ തിരികെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. അംബാസഡറിലൂടെ ഇന്ത്യയിൽ പേരു സ്ഥാപിക്കാൻ പ്യൂഷോ ആഗ്രഹിക്കുന്നു.